വായിക്കാം. മീഖ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. മീഖ ചാപ്റ്റർ 7 വേഴ്സ് 7. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. But as for me, I will look to the Lord. I will wait for the Lord of my salvation. My God will hear me. ഇവിടെ പറയുന്നു, But as for me, I will look to the Lord. I will wait for the God of my salvation. My God will hear me. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മൈ ഗോഡ് വിൽ ഹിയർ മീ. എൻ്റെ ദൈവം എന്നെ കേൾക്കും. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കുവാൻ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കറിയാം. വളരെ ആധികാരികമായി ജനത്തെ അവരെടുക്കേണ്ടുന്നതായ എല്ലാ കറക്റ്റീവ് മെഷേഴ്സ്, അവരുടെ ജീവിതത്തിലുള്ളതായ ചേഞ്ചസ്, ആത്മികമായ ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാകാൻ എല്ലായ്പ്പോഴും ദൈവം പ്രവാചകന്മാരെ കൂടുതലായി ഉപയോഗിച്ചു. ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് വളരെ ക്ലാരിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളതായ ഒരു ബന്ധമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യനോട് കൂടെ സഹവസിക്കുവാൻ, മനുഷ്യനോട് കൂടെ പാർക്കുവാൻ, അവനോട് കൂടെ എപ്പോഴും ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ട് ആ സ്വീറ്റ് ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ, കമ്മ്യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഏദൻ തോട്ടത്തിൽ തന്നെ, ഏദൻ പർദീസയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്ത്. എല്ലായ്പ്പോഴും ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തതിനു ശേഷം പിന്നീട് മനുഷ്യൻ്റെ റിയൽ നേച്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം അവരെ ആത്മികമായി അവരെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ സർവദാ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല സന്ദർഭത്തിലും വഴിവിട്ട ജീവിതത്തിലേക്ക് ഇസ്രായേൽ ജനം പോയപ്പോൾ അവരെ ദൈവം മടക്കിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ദൈവം ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിച്ചത് പ്രവാചകന്മാരെയാണ്. ഇവിടെ മീഖ പ്രവചനത്തിൽ നിന്നാണ് നാം ഇന്ന് വചനം വായിച്ചത്. മീഖ പ്രവാചകൻ വളരെ ഷോർട്ട് സ്പാൻ പീരീഡിൽ നിന്നുകൊണ്ട് പ്രവചന ശുശ്രൂഷ നിർവഹിച്ചതായ ഒരു വ്യക്തിയാണ്. എ പ്രോഫറ്റ് ഇൻ എ ടൈം ഓഫ് വൈഡ് സ്പ്രെഡ് കറപ്ഷൻ. ഇസ്രായേലിൽ വളരെ ശക്തമായി കറപ്ഷൻ കൊടുകുത്തി വാഴുമ്പോൾ ആണ് ദൈവം അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ കൈമാറുന്നത്. എ സൊസൈറ്റി ടോട്ടലി കൊളാപ്സ്ഡ് മോറലി ആൻഡ് സ്പിരിച്വലി. ആത്മികമായും അതുപോലെ മോറലായും ടോട്ടലി കൊളാപ്സ്ഡ് ആയിട്ടുള്ളതായ ഒരു സമൂഹം. അവർ ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പർപ്പസിനായി വിളിക്കപ്പെട്ടവരാണ്.
എന്നാൽ അവർ സ്പിരിച്വലി വീക്കായിരിക്കുന്നു, മോറലി ടോട്ടലി കൊളാപ്സ്ഡ് ആയിരിക്കുന്നു, ആത്മിക മൂല്യങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനമില്ലാതായിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ ഇതിനെ വ്യക്തമായി ഈ സിറ്റുവേഷനെ കുറിച്ചുള്ളതായ അവയർനെസ്സോടുകൂടെ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ മീഖായുടെ കാലഘട്ടത്തെയും ഇന്നത്തെ നമ്മുടെ ആനുകാലികമായിട്ടുള്ള സ്പിരിച്വൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ എൻവയറമെൻ്റ് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം പുലർത്തുവാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയത്തിലായാലും സോഷ്യലി ആയാലും ഏത് മേഖലകളെ മോറലി ആയാലും എല്ലാ സ്ഥാനത്തും ഒരധപ്പതനത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. എവിടെയോ പരാജയങ്ങൾ സംഭവിച്ചതുപോലെയുള്ളതായ അവസ്ഥകൾ. എന്നാൽ ഓർക്കണം, ദൈവത്തിനെല്ലായ്പ്പോഴും ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കറക്റ്റീവ് മെഷേഴ്സ് സമയാസമയങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്തവരെ അറിയിച്ച് അവരെ നേരെയാക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. തെറ്റുകളുടെ മേൽ ബ്ലെയിം ചെയ്തുകൊണ്ട് കുറ്റാരോപണം നടത്തി ഒഴിവാക്കുകയല്ല, തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ആത്മീയ ജീവിതത്തിന് ക്ലാരിറ്റി ഉണ്ടാക്കി വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ ഉടമയാക്കിക്കൊണ്ട് എങ്ങനെ ആ വ്യക്തിയെ മാനിക്കാം, അനുഗ്രഹിക്കാം എന്നുള്ളതാണ് നാം സേവിക്കുന്ന ദൈവം എല്ലായ്പ്പോഴും നോക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ വിശുദ്ധാരാധനയുടെ മധ്യേ ആയിരിക്കുന്ന വാത്സല്യമുള്ളവരെ, നമ്മെ അവൻ വളരെയധികമായി സ്നേഹിക്കുന്നു. നമ്മെ വളരെ ആത്മാർത്ഥമായി അവൻ കാണുന്നു. മനുഷ്യരെങ്ങനെ നമ്മളെ കാണുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് അറിയിക്കാനുള്ള സന്ദേശം എന്താണ്? ദൈവത്തിന് എപ്രകാരമാണ് നമ്മോട് സംവദിക്കുവാനുള്ളത് എന്നുള്ളതിനെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ശ്രദ്ധിക്കാം. യഹൂദ്യയുടെയും ഫിലിസ്തീയ ദേശത്തിൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്നതായ ഒരു സ്ഥലമായിരുന്നു മോരശത്ത് ഗത്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്താണ് മീഖാ പ്രവാചകൻ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യഹൂദിയയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ ദൈവമായ യഹോവയിൽ നിന്ന് അകന്നുപോയ ആ പ്രവർത്തികൾ ദൈവത്തിന് താങ്ങാൻ കഴിയാതായപ്പോൾ ദൈവം കൃത്യമായി അവരെ ന്യായവിധിയെക്കുറിച്ചും പിന്നത്തേതിൽ അവരെ ദൈവിക അനുഗ്രഹത്തിലേക്ക് രഥാസ്ഥാപനത്തിലൂടെ ഒരു റെസ്റ്റോറേറ്റീവ് പ്ലാനിലൂടെ അവരെ മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തിയുടെ പ്രധാന അനുഭവത്തിലേക്ക് നിർത്തുവാനാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. അവരുടെ ജീവിതത്തിലെ നമ്മളതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുവാനുമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട് അവരുടെ നിങ്ങൾ ആ അധ്യായങ്ങളെല്ലാം തന്നെ വായിച്ചാൽ വലിയ ലോങ് ആയിട്ടുള്ള പുസ്തകമല്ല, 7 അധ്യായങ്ങളുള്ളതായ പുസ്തകമാണ്. അതിനകത്ത് വളരെ ഗൗരവമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമതായി സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഒപ്രഷൻ ഓഫ് ദ പൂവർ. നമ്മൾ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിയാലും സാമൂഹികമായ തിന്മകളും അനീതിയും നിലനിൽക്കുന്ന ഒരു കാലമാണ്. എവിടെയും ന്യായത്തിന് സ്ഥാനമില്ലാത്ത, ജസ്റ്റിസ് പ്രിവൈൽ ചെയ്യപ്പെടാത്തതായ, ന്യായത്തെ മറിച്ചു കളയുന്നതായ ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പവർഫുള്ളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മസിൽ പവറുള്ളവർ, മണി പവറുള്ളവർ, സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ലാൻഡ് സീസ് ചെയ്യുന്ന, പിടിച്ചെടുക്കുന്ന, ബ്രൈബ് ചെയ്യുന്ന, അവരോട് അന്യായം ചെയ്യുന്നതായ ഒരു വലിയ തിന്മ അവിടെ സാമൂഹ്യമായിട്ട് വളർന്നു വന്നു. 1-2 വാക്യങ്ങളിൽ അത് പ്രതിപാദിക്കുന്നു. അതുമാത്രമല്ല, അവിടുത്തെ ന്യായാധിപന്മാർ, ജഡ്ജസ്, അതുപോലെ ലീഡേഴ്സ്, അതുപോലെ പ്രീസ്റ്റ്ലി സമൂഹം,
ആധ്യാത്മികമായ നിരയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളെല്ലാം കറപ്റ്റഡായിട്ട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു കാലം. അങ്ങനെ ഒരു കാലം വന്നാൽ നേരെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. മനുഷ്യരെപ്പോഴും ആശ്രയം വയ്ക്കുന്നത് ഭൗമികമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ ആധ്യാത്മിക നേതൃത്വത്തിൽ ഏതെങ്കിലുമൊക്കെ എവിടെങ്കിലും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വശങ്ങൾ കാണുവാൻ ഇടയാകും. അതിനെ മാത്രം നോക്കിയാണ് ജനങ്ങൾ ഫോളോ ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെയുള്ള തലങ്ങളിൽ പോലും അവർക്ക് ഒരു നേരായുള്ള വ്യക്തിയെ കാണാൻ കഴിയാത്ത അനുഭവം നമ്മൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. രണ്ടാമതായിട്ട് റിലീജിയസ് ഹിപ്പോക്രസി ആൻഡ് ഐഡോളട്രി. അപ്പം നമ്മൾ അറിയണം, ഈ റിലീജിയസ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് വളരെയധികം ആത്മിക നന്മകളെ അടച്ചു കളയുന്നൊരു കാര്യമാണ്. നമ്മൾ ഗൗരവമായിട്ട് അത് മനസ്സിലാക്കേണ്ടതാണ്. പീപ്പിൾ ഓഫേർഡ് സാക്രിഫൈസസ് ബട്ട് ലീവ്ഡ് വിക്കറ്റ്ലി. അവർ യാഗങ്ങൾ, അതിന് വാക്യങ്ങൾ തന്നെയുണ്ട്, അവർ യാഗങ്ങളിലൂടെയൊക്കെ അവരുടെ മോറൽ ഫെയിലുവേഴ്സിനെ കവറപ്പ് ചെയ്യാം എന്നവർ ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മേജർ ഫെയിലുവേഴ്സിനെയൊക്കെ യാഗങ്ങളിലൂടെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്ന സമൂഹം നാം ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിലും അത് വളരെ അധികമായിട്ടുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ക്രൈസ്തവരായ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ അത് വന്നാൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. തിങ്കിങ് റിച്വൽസ് കുഡ് കവർ അപ്പ് മോറൽ ഫെയിലുവേഴ്സ്. അത് മീഖ 6:6 മുതൽ 8 വരെയുള്ള വാക്യത്തിലുണ്ട്. അവർ ചിന്തിക്കുന്നു റിച്വൽസിലൂടെ, സാക്രിഫൈസസിലൂടെ ദേ ക്യാൻ കവർ അപ്പ് ദെയർ മോറൽ ഫെയിലുവേഴ്സ്. അതൊരിക്കലും നടക്കില്ല എന്ന് കൃത്യമായിട്ട് പ്രവാചകൻ അവരെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ സൽപ്രവർത്തികൾ ഒരു ആഡഡ് ആയിട്ടുള്ളതായ ഒരു പ്ലസ് പോയിൻ്റാണ്. എന്നാൽ സൽപ്രവർത്തികൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവവചനപ്രകാരമുള്ള നമ്മുടെ ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. വളരെയധികമായിട്ടുള്ള വിഗ്രഹാരാധന, അത് ലിറ്ററലായിട്ടുള്ള വിഗ്രഹാരാധന, അത് മാത്രമല്ല, പിന്നെയോ ദൈവത്തെക്കാൾ അധികമായി പല കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നതായ ഒരു സമൂഹമായി അവർ മാറി. നമ്മൾ ഓർക്കണം, അവർക്കൊരു രാജാവോ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷനോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം അവരെ സേവ് ചെയ്ത് കൊണ്ടുവന്നതായ വഴികളെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ദൈവം തന്നെ അവർക്കൊരു ലീഡറിനെ കൊണ്ടുവരുന്നു. ദൈവം തന്നെ അവർക്കൊരു ആരോനെ പോലുള്ളൊരു സ്പോക്സ്മാനെ ഒരുക്കുന്നു. ദൈവം തന്നെ അവരെ ലീഡ് ചെയ്ത് അവരെ നടത്തിയതായ വഴികൾ അതെല്ലാം പിന്നത്തേതിൽ അവർ മറക്കുകയും അവർ തങ്ങളുടേതായ നിരൂപണങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ മെനയുകയും അവരുടെ വഴികളെ അവർ നയിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇത് ദൈവം ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. സദൃശവാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ട്രസ്റ്റ് ഓൾവേസ് പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിൽ കരുതേണ്ട ഒരു വചനഭാഗമാണ്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടേതായ നിരൂപണങ്ങളിലൂടെ ചിട്ടപ്പെടുത്തുന്നതല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. പിന്നെയോ റാദർ ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതമാണ് കർത്താവിൽ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതമെന്ന് നാം നന്നായി ഓർത്തിരിക്കേണ്ടതാണ്. പാഗൻ പ്രാക്ടീസസ് അവരുടെ ഉള്ളിലേക്ക് വന്നു, വിഗ്രഹാരാധന വന്നു, മൊറാലിറ്റി ടോട്ടലി പോയി, മോറലി ഫെയിലുവർ ആയിരിക്കുന്നു.
അതുമാത്രമല്ല, കറപ്ഷൻ വൈഡ് സ്പ്രെഡ് ആയിരിക്കുന്നു. ഇതിലെല്ലാം അപ്പുറമായിട്ട് പാഗൻ റിലിജിയൻ്റെ പ്രാക്ടീസുകൾ, പ്രാചീന ആചാരങ്ങൾ, ബാർബറിക്കായിട്ടുള്ളതായ ആചാരനിഷ്ഠകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, ഇസ്രായേൽ ജനം യോസഫിൻ്റെ ആ ലീഡർഷിപ്പിൻ്റെ ടൈമിൽ മിസ്രൈമിലേക്ക് ചെന്ന 75 പേരടങ്ങുന്ന ആ മൈനർ ഗ്രൂപ്പിനെ നമുക്ക് ചിന്തിക്കുമ്പോൾ അവർക്ക് ലഭിച്ച സ്ഥലം എങ്ങനെയുള്ളതായിരുന്നു? അവിടുത്തെ ഏറ്റവും ഫെർട്ടൈൽ, ഏറ്റവും റോയൽ ഫാമിലീസിന് മാത്രം അലോട്ട് ചെയ്യുന്നതായ ആ സ്ഥലം അവർക്ക് കൊടുക്കുകയാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ക്ഷാമത്താൽ ജീവിതം തകർന്നു പോകേണ്ടതായ ആ സമൂഹത്തെ ദൈവം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് എവിടാണെന്ന് ഓർക്കണം. എപ്പോഴും ദൈവം പ്ലേസ് ചെയ്ത സ്ഥാനങ്ങൾ നാം ഓർക്കണം. ഏദൻ തോട്ടത്തിൽ എങ്ങനെയാണ് ദൈവം ആദമിനെ ഈവിനെ പ്ലേസ് ചെയ്തത്? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇവിടെ മിസ്രയീമിൽ ഏറ്റവും പോഷായിട്ടുള്ള സ്ഥലം അവർക്ക് കൊടുത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്ത് ഓൾ കൈൻഡ് ഓഫ് റോയൽ പ്രിവിലേജസ് അവർക്ക് ദൈവം നൽകിയിട്ടും അവർ ഗ്രാജുവലി ലോകത്തിലേക്ക് വീണു എന്ന് മാത്രമല്ല, അവരെ കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് മിസ്രയീമിൽ നിലനിൽക്കുന്ന പാഗനിസം അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതാണ് ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായത്. എല്ലായ്പ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വി മസ്റ്റ് ബി വെരി കോഷ്യസ്. നമ്മൾ അലർട്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും ദൈവഹിതപ്രകാരം ആയിട്ടുള്ളതാണോ എന്നുള്ള വലിയൊരു ശോധന കഴിക്കൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ ആവശ്യമാണ്. കാരണം സ്നേഹവാനായൊരു ദൈവം നമ്മുടെ വാതിൽക്കൽ നിൽപ്പുണ്ട്. കരുതാൻ മനസ്സുള്ളവനായ ഒരു ദൈവം നീ ലജ്ജിക്കപ്പെട്ട സ്ഥാനത്തും തളർത്തുപോയ സ്ഥാനത്തും വീണുപോകാനിടയുള്ള സ്ഥാനത്തുമൊക്കെ താങ്ങി നിർത്തി നിന്നെ കൊണ്ടുവന്നത് ഇനിയും വഴിയിലിട്ട് നിന്നെ അലയ്ക്കാനല്ല, അലയിക്കുവാനായിട്ടല്ല, പിന്നെയോ മാനിക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സമീപേ നിൽക്കുന്ന ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് തിരിഹിതമല്ലാത്തതൊന്നും ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ നാം സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണം. ലോകം ഏത് ആധുനികതയിലേക്ക് പോയാലും നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ മൂല്യങ്ങളെ നാം നഷ്ടപ്പെടുത്താനായി ഒരിക്കലും പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മീഖാ പ്രവാചകൻ അവരോട് പറയുകയാണ്. അതിൻ്റെ 6-8 വാക്യം നമുക്കൊന്ന് വായിക്കാം. ചാപ്റ്റർ 6 വേഴ്സ് 8. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോക്കണം, ഗോഡ്സ് ഡിസയർ ദാറ്റ് ജസ്റ്റിസ്, മേഴ്സി ആൻഡ് ഹ്യൂമിലിറ്റി. ന്യായ തൽപരരായിരിക്കുക. 2 ജേക്കബ് താഴ്മയുള്ളവരായിരിക്കുക, കരുണ കാണിക്കുന്നവരായിരിക്കുക, അതുപോലെ ദയയുള്ളവരായി നീതി പ്രവർത്തിക്കുന്നവരായി ജീവിക്കുക. ഇതല്ലാതെ എന്താണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് ദൈവം അവരോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതായ ആത്മികമായ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരണം. ലോകം ഏത് രീതിയിൽ പോയെന്ന് പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. The world may fall apart, but you can still stand in faith. ലോകം എങ്ങനെ പോയാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പിരിച്വൽ മൂല്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മുൻപോട്ട് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നിവർത്തിക്കുവാൻ നാം അവനോട് വളരെ ക്ലോസായി നിന്നെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇന്നത്തെ നാളത്തെയും കാര്യമാണ്, അടുത്ത ആഴ്ചത്തെയും അടുത്ത മാസത്തെയും പ്ലാനിങ്ങേ നമുക്കുള്ളൂ.
എന്നാൽ ദൈവത്തിനുള്ളത് ഞാൻ വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്നാണ് പറഞ്ഞത്. നടത്താമെന്ന് പറയുന്നതിനും ചുമക്കാമെന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ചുമക്കുക എന്ന് പറയുമ്പോൾ അവൻ തോളിൽ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ! അത്രമാത്രം കരുണയോടുകൂടെ നമ്മെ കാണുന്ന ഒരു ദൈവം. ഈ പകൽക്കാലം ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്ത നിർവഹണത്തിനായി നമ്മെ കൂടുതൽ പ്രാപ്തരാക്കുന്നത് ഏറ്റവും ഉന്നതമായ സാക്ഷ്യമുള്ള ജീവിതം നിലനിർത്തുന്നതിലൂടെയാണ്. പേഴ്സണലായിട്ടുള്ള, ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു സോളം കമ്മിറ്റ്മെൻറ്റ് ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് എപ്പോഴും ആവശ്യപ്പെടുന്നു. ഹൈലി ഡിമാൻഡിങ് എ സോളം കമ്മിറ്റ്മെൻറ്റ് ഫ്രം us. ഹല്ലേലൂയ! കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ചത് ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കും എന്നാണ് മീഖാ പ്രവാചകൻ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭവനത്തിനകത്തും അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരുടെ നടുവിലും താൻ ആരാധിക്കുന്ന സ്ഥലത്തും താൻ ഉൾക്കൊള്ളുന്ന ആ രാജ്യത്തെ അഡ്മിനിസ്ട്രേഷൻ, ആധ്യാത്മിക നേതാക്കൾ, ഇവിടെയെല്ലാം വലിയ ഫെയിലുവർ, എല്ലാം കൊളാപ്സായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ പ്രവാചകനായ ഭക്തൻ പറയുകയാണ്, ഐ വിൽ ലുക്ക് ടു ദ ലോർഡ്. ഞാൻ ദൈവത്തിങ്കലേക്ക് നോക്കും. ചുറ്റുപാടുകളെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട് ഡൗൺ ആവുകയല്ല, പിന്നെയോ ദൈവത്തിങ്കലേക്ക് നോക്കുക, ദൈവത്തോട് വഴി ചോദിക്കുക, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമാണ്. ഇവിടെ പ്രവാചകൻ്റെ ആ ജീവിതം വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, ദൈവവചനത്തിലേക്ക് നാം നോക്കുമ്പോൾ കൃത്യമായി ദൈവത്തിൻ്റെ വഴികളെ ചോദിക്കുന്ന, നമുക്ക് വായിക്കാം 37-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. അവൻ നിന്റെ നീതിയെ ന്യായം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നീതി അശേഷം കാണാനില്ലാത്ത സ്ഥാനത്ത്, ഇമ്മോറാലിറ്റി കൊടികുത്തി വാഴുന്ന സാഹചര്യത്തിൽ, എവിടെയും ദൈവത്തിൽ നിന്ന് അകന്ന വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്നതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, അവൻ എൻ്റെ രക്ഷയാണ്. ഹി വിൽ ഹിയർ മീ, ഹി വിൽ ഹിയർ മൈ സപ്ലിക്കേഷൻ. എൻ്റെ യാചനകൾ അവൻ കേൾക്കും എന്നവൻ പറയുന്നു. ഇവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എൻ്റെ ന്യായത്തെ പ്രഭാതം പോലെയും നീതിയെ. അവൻ ദൈവത്തിങ്കലേക്ക് നോക്കുമ്പോൾ നീതി കിട്ടാത്തടത്തും ന്യായം മറിച്ചു കളയുന്ന സ്ഥലത്തിൻ്റെ നടുവിലും അതിന് മിഡിലും നിന്നൊരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രിവെയിൽ ചെയ്യുവാൻ മതിയായ ഒരു വലിയ ദൈവം. നാം കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ! ദൈവ പൈതൽ പ്രാർത്ഥനാ നിരതരായി ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഏൽപ്പിച്ചാൽ മതി. നാം തന്നെ ഈ അനീതി കണ്ട് മുഷിഞ്ഞു പോകുന്നവരായി മാറണ്ട, അത് കണ്ട് തളർന്നു പോകുന്നവരാകണ്ട. നമുക്ക് വഴി തുറന്നു തരുവാൻ, വഴി പറഞ്ഞു തരുവാൻ, ന്യായത്തെ നമുക്ക് ലഭ്യമാക്കി തരുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവം മതിയായവനാണ്. ന്യായത്തെ മധ്യാഹ്നം പോലെ, മധ്യാഹ്നത്തിലെ അത് വെളിച്ചവുമായിട്ടാണ് ആ ഇമേജറി അവിടെ പറഞ്ഞിരിക്കുന്നത്, വെളിച്ചവുമായിട്ട്. അപ്പോൾ മധ്യാഹ്നത്തിലെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ അനീതിക്ക് യാതൊരു സ്പേസും ഇല്ലാത്ത വിധത്തിൽ ക്ലിയറായിട്ടുള്ള
അപ്പം നമ്മൾ സേവിക്കുന്ന ദൈവം എത്രമാത്രം ശക്തനായ ദൈവമാണ് എന്നുള്ളത് ഇന്ന് പകൽക്കാലം നാം അറിയട്ടെ. രക്തത്താൽ ജയം. ദാവീദ് രാജാവ് 121 സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ കണ്ണ്, ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ്, വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു ഭക്തൻ എപ്പോഴും എൻഷുർ ചെയ്യേണ്ടത്, ഒരു ദൈവ പൈതൽ, ഒരു ഭക്ത ദൈവത്തിങ്കലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരാകണം. പ്രതിസന്ധികളുടെ നടുവിൽ നട്ടം തിരിയുന്നതായ ദാവീദ് പറഞ്ഞു, എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തും. പ്രിയമുള്ളവരെ, കർത്താവിങ്കലേക്ക് മനസ്സുറപ്പിച്ചവർ, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ, അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവർ ലജ്ജിക്കാൻ അവൻ അനുവദിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിൽ ദൈവാശ്രയബോധത്തോടുള്ള പ്രാർത്ഥനയാണ് നമ്മെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതെങ്കിൽ ഇനിയും റിമൈൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്ക് നിൽക്കാം. ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അവൻ നമ്മുടെ ന്യായത്തെ മധ്യാഹ്നം പോലെ നമുക്ക് വേണ്ടി പ്രകാശിപ്പിക്കും. നീതിയെ നിവർത്തിച്ചു തരും. അവൻ തക്ക സമയത്ത് ആ സഹായത്തിൻ്റെ ഹസ്തം നമുക്ക് അനുകൂലമായി നമുക്ക് വേണ്ടി നീട്ടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. മീഖ പറയുന്നു, ഐ വിൽ വെയിറ്റ് ഫോർ ദ ലോർഡ് ഓഫ് മൈ സാൽവേഷൻ. എൻ്റെ രക്ഷയായ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുകയാണ്. ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ദൈവപൈതലെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു വിടുതലിന് വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെങ്കിൽ ലജ്ജിച്ചു പോകത്തില്ല. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിൽ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. ദൈവത്തിങ്കലേക്ക് നോക്കിയവർ, അവർ ലജ്ജിക്കാതെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായ വഴികൾ, ജീവിതത്തിലെ പരാജയങ്ങൾ, ജീവിതത്തിലെ അപാകതകളൊക്കെ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ബലപ്പെടാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്കറിയാം, പത്രോസ് കർത്താവിങ്കൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എന്നാൽ ചില സാഹചര്യം വന്നപ്പോൾ, കൊടുങ്കാറ്റ് വന്നപ്പോൾ ശ്രദ്ധ മാറി. മാറിയപ്പോൾ എന്ത് പറ്റി? കാല് താഴാൻ തുടങ്ങി, മുങ്ങാൻ തുടങ്ങി. കർത്താവ് അവനെ നിലവിളിക്കുമ്പോൾ വേഗത്തിൽ രക്ഷിക്കുകയാണ്. കർത്താവിങ്കലേക്ക് തന്നെ നമ്മുടെ കണ്ണ് ഫിക്സ്ഡ് ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനായാലും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ദൈവത്തിലായിരിക്കണം. നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലായിരിക്കണം. ഏതെല്ലാം രീതിയിലുള്ളതായ വാർത്തകൾ, ശബ്ദങ്ങൾ, ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവയെ ഒന്നൊന്നായി ശോധന ചെയ്തുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാന കാര്യം. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. യാതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിനും വശംവദരാകാതെ ദൈവസന്നിധിയിലൊന്ന് നിൽക്കുന്ന, നമ്മളെ തന്നെ സ്വയം പുനഃപരിശോധിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ റോങ് പ്രാക്ടീസുകൾ ഒഴിവാക്കി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നാം ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്ക് ഫീൽ ചെയ്യും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. നമുക്ക് ഫീൽ ചെയ്യും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണാൻ കഴിയും. അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കരത്തിന് കഴിയാത്തത്, മനുഷ്യന് അസാധ്യമായത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ആ നിലവിളിയുടെ മുൻപിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയാണ്.
നമുക്കറിയാം ശൗല് ഒരിക്കൽ ദൈവാശ്രയ ബോധം വിട്ടുപോയി. ശൗലിനെ പോലെ ഭാഗ്യം കിട്ടിയ ഒരാൾ, നാം ഇന്നും അഭിമാനിക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്നതായ ലോകത്തെ തന്നെ സ്വാധീനിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ഫസ്റ്റ് കിങ്ങായി ദൈവം തന്നെ ചൂസ് ചെയ്ത ഒരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സെലക്ഷനിൽ പെടുക എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ശൗല് മാറുകയാണ്. 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവൻ മനുഷ്യരെ ഭയന്ന് ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ. ഹിസ് ഇംപേഷ്യൻസ് കോസ്റ്റ് ഹിം ഹിസ് കിങ്ഡം. അവൻ്റെ ക്ഷമയില്ലാതെ വളരെ ഹേസ്റ്റി ആയിട്ടുള്ളതായ അവൻ്റെ ആ ഡിസിഷൻ, ഹല്ലേലൂയ, സ്തോത്രം, രാജത്വം സ്ഥിരമാകേണ്ട സമയത്ത് ആ രാജത്വം അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയി. ദൈവം നോക്കിയതാരാണ്? അവൻ്റെ വാക്കനുസരിക്കുന്ന ഒരാളെ തിരഞ്ഞേ. ഹല്ലേലൂയ. അവന് ഭൂമിയുടെ ഏത് കോണിൽ കിടന്നാലും, ഏത് കാട്ടിൽ കിടന്നാലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ ഒരുവൻ മനസ്സ് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കണ്ണിൽ പെടും. ദൈവം അവൻ്റെ സങ്കടങ്ങളെ കാണും. അവൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ മനസ്സലിവുള്ളവനായ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ ആ പരാജയം വന്നെങ്കിലും അനുസരിച്ച ഒരു ദാവീദിനെ ദൈവം ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എലിവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രക്തത്താൽ ജയം. കർത്താവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടട്ടെ. നമുക്കറിയാം, യഹോശാഫാത്ത് രാജാവ് ഒരിക്കൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ വന്നു. തൻ്റെ മുൻപിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മിലിറ്ററി ഡിഫൻസ് പവർ വളരെ വീക്കായിരിക്കുന്ന ഒരു സമയത്താണ്. ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു മിലിറ്ററി ആണിപ്പോൾ സ്ട്രൈക്ക് വിളിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകൊണ്ട്, ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ദൈവമുഖത്തേക്ക് നോക്കി, ഈ മനുഷ്യരോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ യുദ്ധം ഇല്ലാതെ അവരുടെ മുൻപിൽ കൊലവിളി ഉയർത്തിക്കൊണ്ടുവന്ന ആ ശത്രുവിൻ്റെ സകല സമ്പാദ്യങ്ങളും അവരുടെ കരങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, നാം ആശ്രയിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവം, ഹി ഈസ് എ പവർഫുൾ ഗോഡ്. അവൻ ശക്തനായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ്. ഏത് അസാധ്യതകളുടെയും നടുവിൽ അവന് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നാം അല്പനിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വിവിധ സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വെല്ലുവിളികളുടെയും നടുവിൽ ആയിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഓ ഹല്ലേലൂയ. പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവം, സഹായിപ്പാൻ മനസ്സുള്ളവനായ ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരു ദൈവം, നമ്മുടെ പരാജയങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് നേരെ വെല്ലുവിളി ഉയർത്തുകയല്ല, മടങ്ങി വരുവാനായിട്ടുള്ളൊരു ആഹ്വാനമാണ് അവൻ തരുന്നത്. മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. നമുക്കറിയാം, ഒടിയനായ പുത്രൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വയമായ നിരൂപണങ്ങളിൽപ്പെട്ട് താൻ തൻ്റെ പിതാവിൽ നിന്ന് അകന്നുപോയ സംഭവം. എന്നാൽ തനിക്ക് സുബോധം വന്ന് താൻ മടങ്ങി വരുമ്പോൾ പിതാവ് തന്നെ ചേർത്തത് എങ്ങനെയാണെന്നറിയാമല്ലോ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മെ കൂടെ നിർത്തുവാൻ, ചേർത്തു നിർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലോകവും ചുറ്റുപാടും എങ്ങനെ പോയാലും നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം, അവനിൽ ആശ്രയിച്ചുകൊണ്ടുള്ളതായ നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കലും
അതിൻ്റെ മഹത്വം കുറയാനോ കുറയ്ക്കാനോ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകരുത്. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് വെറുതെ ആയി പോകില്ല. അത് ചില പ്രവർത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് കാരണമാകും. ഓ സ്തോത്രം. ചില പ്രവർത്തികൾ, ന്യായം നിഷേധിക്കപ്പെട്ട സ്ഥാനത്ത്, നിനക്ക് നീതി നിഷേധിക്കപ്പെട്ട സ്ഥാനത്ത്, വഴികൾ പലയിടത്തും പല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട സ്ഥാനത്ത് അവന് വഴികളെ തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ നീതിയെ പുനഃസ്ഥാപിച്ചു തരാൻ അവന് കഴിയും. ഹല്ലേലൂയ. ലജ്ജിച്ച് തല താഴ്ത്താൻ ഇടവരാതെ തല ഉയർത്തി നിർത്താൻ അവന് താല്പര്യമുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാ നാവും ഈ സന്ദേശം ഗ്രഹിച്ചവർ ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട് ഈ വിശുദ്ധാരാധനയിലേക്ക് അവൻ്റെ മാറ്റമില്ലാത്ത വചനം അയച്ച് നമ്മെ അവന് പ്രോത്സാഹിപ്പിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ വിടുതലിനായിട്ടും ദൈവത്തിൻ്റെ വഴികൾക്കായിട്ടും അവൻ്റെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് വിജയത്തോടുകൂടുള്ളൊരു യാത്രയ്ക്കായിട്ട് ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ട്. റബൽഖനസിയാല, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില് കർത്താവേ, നിന്റെ കരത്തിൻ്റെ വലിപ്പം, നിന്റെ ആ മഹത്വം ജീവിത വിഷയങ്ങളിലേക്ക് ഇറങ്ങി വ്യാപരിക്കട്ടെ കർത്താവേ. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ചില വിടുതലുകൾ ആത്യന്തികമായി നടക്കട്ടെ കർത്താവേ. ശത്രു പരാജയം കാണുവാൻ നോക്കിയിരിക്കുന്ന സ്ഥാനത്ത് അത് വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, അത് വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയത്തിൽ നിന്നും തന്നെ ജനം വിടുവിക്കപ്പെടട്ടെ. എല്ലാവിധ ഭയത്തിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ. രോഗഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ മേല് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആ മഹത്വം വെളിപ്പെടട്ടെ. തലമുറകളെ ഓർത്ത്, അവരുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്ന സ്ഥാനത്ത് ഈ പകൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ഓ, ദൈവകരം അനുകൂലമായി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കുന്നവനെ, ഓ റീബാൽ ശമാന ഹസ്യാന, ഓ കരുണയുള്ളവനായ കർത്താവേ, ഓ നിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ഓ നിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ചില നിമിഷങ്ങള് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഇത് നമ്മളുടെ വിടുതലിന്റെ സമയമാണ്. ദൈവിക കരുതലിനെയും അനുഗ്രഹത്തെയും പ്രാപിക്കുന്ന സമയമാണ്. ആത്മാവിൽ കരങ്ങൾ അടിച്ചൽപ്പ നിമിഷങ്ങൾ ദൈവത്തോട് സ്തുതിച്ചാട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഓ ഓ ഈ പകല് ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെല്ലാം ക്യാൻസൽ ആകട്ടെ. ഓ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികൾ ക്യാൻസൽ ആകട്ടെ. അഭിചാരത്തിന്റെയും അസൂയയുടെയും മത്സരത്തിന്റെയും പോരുകളെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതെല്ലാം നിർവീര്യമാകട്ടെ. ദൈവകൃപയുടെ അത്യന്തപരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓ നീ വലിയ ദൈവമാണല്ലോ. ഓ ആഴങ്ങളിൽ വഴി തുറക്കുന്ന ദൈവമാണല്ലോ. കാറ്റു കാണുന്നില്ലെങ്കിലും, ഓ സ്തോത്രം, സ്കോള് കാണുന്നില്ലെങ്കിലും താഴ്വരയിൽ കുഴികളെ കുഴിക്കുക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവേ, തന്റെ ജനത്തിനു വേണ്ടി വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ദൈവമഹത്വം വ്യാപരിക്കട്ടെ. ഓ ഭാരത്തോടെ ഈ ദിവസങ്ങളിൽ ഭാവിയെ നോക്കിക്കൊണ്ട്, ഭാവി വഴികളെ നോക്കിക്കൊണ്ട്, എനിക്ക് വേണ്ടി കല്ലാര് ഉരുട്ടി മാറ്റും, എനിക്ക് വേണ്ടി ആര് വഴി തുറക്കും, എനിക്ക് വേണ്ടി ആര് സംസാരിക്കുമെന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ പകൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഇവിടെ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ഓ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ കരച്ചില്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയ, ആ ഹൃദയത്തിന്റെ തേങ്ങല് യേശു കർത്താവ് കാണുന്നു.
ഓ ഗ്ലോറി ബി ടു ഗോഡ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ അവിടുന്ന് വലിയ പ്രവൃത്തികളെ അയക്കുന്ന കൃപകൾക്കായി സ്തോത്രം, സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതവും അഗോചരവുമായ വഴികളെ മക്കൾക്ക് വേണ്ടി നീ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവിനോടൊപ്പം ചേർന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ നടുവിൽ മാറാത്തവനായ നിത്യനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് വലിയ ദൈവിക പ്രവൃത്തികളെ കണ്ടുകൊണ്ട് മുന്നേറുവാൻ തൻ്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ചില വിടുതലുകളെ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കിയാൽ സ്തോത്രം. ചില തടസ്സങ്ങളെ നീക്കിയിരിക്കിയാൽ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.